നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിൽ മണ്ണിടിഞ്ഞത് അപകട ഭീഷണിയായി. അണ്ണല്ലൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന 45 നമ്പർ അങ്കണവാടി പുനർനിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് 3 വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. കുടുംബശ്രീയുടെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംയോജിത കൃഷി ക്ലസ്റ്റർ ലൈവ്ലിഹുഡ് സെന്ററും മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമം ഗ്രാമ മാധവാചാര്യ ഛാത്ര സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ ക്ലബ് അംഗങ്ങൾ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സമരം CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI ആളൂർ മണ്ഡലം പ്രസിഡന്റ് TC അർജുനൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ദിബിൻ പാപ്പച്ചൻ, ജിഷ, ബാബു എന്നിവർ സംസാരിച്ചു. സന്തോഷ് കുമാർ ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ ഭക്ഷ്യവിതരണം കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ അരികിലേക്ക് ചെല്ലുന്നു. അതൊരു സാധാരണ കാര്യം, ഒരു ഉണർത്ത്, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ആവശ്യത്തെ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സമീപനം നടത്തുക സാധാരണ ചെയ്യുന്ന കാര്യമാണ്. ഒന്നും ആലോചിക്കാതെ കേന്ദ്രമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായി ഓണക്കാലത്ത് അരി തരാൻ കഴിയില്ല എന്ന്. റേഷൻ കടകളിൽ പോകാത്ത മനുഷ്യരൊന്നും ഈ മലയാളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. സബ്സിഡി റേറ്റിൽ നൽകി പോരുന്നു. നമുക്ക് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കേരളത്തിൻ്റെ അഭിമാനമായ MP സന്തോഷ് കുമാർ മുഖേന കേരളത്തിൽ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നതിനുള്ള ആവശ്യമായ റേഷനരി അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി സന്തോഷ് മുഖേന നിവേദനം സമർപ്പിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ബിനോയ് വിശ്വം കഴിഞ്ഞ 6 വർഷത്തോളം മലയോരത്തെ ചൊക്കന, നായാട്ടുകുണ്ട് പ്രദേശങ്ങളെയും കാരിക്കടവ് ആദിവാസി ഉന്നതിയെയും പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിൽ മണ്ണിടിഞ്ഞത് അപകട ഭീഷണിയായി. പത്തരക്കുണ്ട് ഭാഗത്താണ് റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് മണ്ണ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. ഇടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് റോഡിൻ്റെ ഒരു വശത്ത് താഴ്ചയായതിനാൽ അപകട സാധ്യത കൂടുതലാണ്. ഇടിഞ്ഞ ഭാഗത്ത് കല്ലുകളും മരക്കമ്പുകളും നാട്ടി അപകട മുന്നറിയിപ്പ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിൻ്റെ വശം ഇടിഞ്ഞുപോയ ഭാഗത്തു നിന്ന് 150ഓളം മീറ്റർ അകലെ റോഡരികിലെ ഉയർന്ന ഭാഗത്തു നിന്ന് മണ്ണിടിച്ചിലുണ്ടായതും ഇതുവഴി യാത്ര ചെയ്യുന്നവരെ ഭീതിയിലാക്കുന്നു. കനത്ത മഴയെ തുടർന്നാണ് ഏതാനും ദിവസം മുൻപ് ഇവിടെ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. മഴ തുടർന്നാൽ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡാണിത്. വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലപ്പള്ളി വെള്ളിക്കുളങ്ങര റോഡിൻ്റെ ഭാഗമാണ് ചൊക്കന വെള്ളിക്കുളങ്ങര റോഡ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മിക്കാനിരിക്കുന്നതും ഇതുവഴിയാണ്. എത്രയും വേഗം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ 2 ഇടങ്ങളിലും മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം ഉയരുന്നു. ബസ് സർവീസിനിടയിൽ ബോധരഹിതനായി കിടന്ന വിദ്യാർത്ഥിയുമായി ആശുപത്രിയിലേക്ക് തീവ്രഗതിയിൽ ബസ് ഓടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ഡ്രൈവറും കണ്ടക്ടറും. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മാളയിലേക്ക് വരികയായിരുന്ന മിഷാൽ ബസ്സിൽ വെച്ചാണ് സംഭവം നടന്നത്. മാള പള്ളി എത്തുമ്പോഴാണ് അഷ്ടമിച്ചിറ സ്വദേശിയായ സ്നേഹഗിരി സ്കൂളിലെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണത്.
അഷ്ടമിച്ചിറയിൽ നിന്ന് ബസ്സിൽ കയറിയ വിദ്യാർത്ഥിയുടെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട മറ്റ് യാത്രക്കാർ ഉടൻ തന്നെ കണ്ടക്ടർ MV വിപിനെ വിവരം അറിയിച്ചു. വിപിൻ വേഗത്തിൽ മുൻവശത്തേക്കെത്തി കുട്ടിയുടെ മുഖത്ത് വെള്ളം തളിച്ചെങ്കിലും പ്രതികരണം ഒന്നുമില്ലാതെ വന്നതോടുകൂടി ഉടൻ തന്നെ ഡ്രൈവർ EN വിനോദിനോട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ മാള KSRTC റോഡ് വഴിയുള്ള ഗതാഗതക്കുരുക്ക് മറികടന്ന് മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിലേക്ക് ബസ് ഓടിച്ചെത്തിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നും ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുമെന്നും ഗുരുധർമ്മം ആശുപത്രി അധികൃതർ അറിയിച്ചു. മാള പഞ്ചായത്തിലെ അണ്ണല്ലൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന 45 നമ്പർ അങ്കണവാടി പുനർനിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് 3 വർഷം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. അങ്കണവാടി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നടത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് സേവ്യർ കരേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തോമസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ജോർജ് ആച്ചാണ്ടി, മണ്ഡലം സെക്രട്ടറി AP റപ്പായി എന്നിവർ സംസാരിച്ചു. നേതാക്കളായ റോസ് മേരി വർഗീസ്, ജെയ്സൺ തോട്ടത്തിൽ, ഡേവിസ് ചക്കാലക്കൽ, റെയ്ജി വർഗീസ്, ബിന്ദു റപ്പായി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഇവിടെ വലിയ ഒരു പ്രശ്നമല്ലാതിരുന്ന ഈ അങ്കണവാടി കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കും എന്നുള്ള അവരുടെ അജണ്ട ഈ 3 വർഷക്കാലമായിട്ടും ഇവിടെ പ്രാവർത്തികമായി വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും കാണുന്നത് പോലെ ഇങ്ങനെ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയാണ്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഇതുപോലുള്ള അംഗനവാടികളിൽ നിന്നാണ്. ഒരു കുട്ടി ആദ്യമായിട്ട് അക്ഷരലോകത്തേക്ക് വരുന്നത് തന്നെ ഈ അംഗനവാടിയിലൂടെയാണ്. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൽപ്പെട്ട 45 നമ്പർ അംഗനവാടി കെട്ടിടം നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. 3 വർഷക്കാലമായി ഈ അംഗനവാടി പൊളിച്ച് പണിയാമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ഇത് പൊളിച്ചു മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നിട്ടും 2025 വരെ വിവരാവകാശ പ്രകാരം ഇത് നിലനിൽക്കുമ്പോൾ അതിനെ മെയിൻ്റനൻസ് നടത്തിയാൽ മതിയെന്നുള്ള ഒരു കാര്യങ്ങളുണ്ടായതിൻ്റെ പേരിലും എന്നിരുന്നാലും മാള ഗ്രാമപഞ്ചായത്ത് ഇത് തിടുക്കത്തിൽ പൊളിക്കുകയും പണിയാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുടുംബശ്രീയുടെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംയോജിത കൃഷി ക്ലസ്റ്റർ ലൈവ്ലിഹുഡ് സെന്റർ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂലാനി ജംഗ്ഷനിൽ നടന്ന പരിപാടി മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 5ാമത്തെ സംയോജിത കൃഷി ക്ലസ്റ്ററാണ് മേലൂരിൽ ആരംഭിച്ചത്. പഞ്ചായത്തിലെ 4, 5, 6 വാർഡുകളിലാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിലാണ് ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചത്. മേലൂർ CDS ചെയർപേഴ്സൺ ഷിജി വികാസ് അധ്യക്ഷത വഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ വിജിത്ത്, ഇന്ദിര പ്രകാശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ബാബു, ജില്ലാ പ്രോഗ്രാം മാനേജർ KN ദീപ, ഇന്ദിര മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമഗ്രാമ മാധവാചാര്യ ഛാത്ര സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ ക്ലബ് അംഗങ്ങൾ അനുമോദിച്ചു. PTA പ്രസിഡന്റ് പോളി തുണ്ടയിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വിദ്യാർത്ഥികളായ സാരംഗ്, അതുൽ, ഋഗ്വേദ്, ശ്രേയസ് പോളി, അനസ്റ്റിൻ, അധ്യാപകരായ ലാൽ P ലൂയിസ്, പ്രശാന്ത് P രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സംഗമഗ്രാമ മാധവാചാര്യ ഛാത്ര സമിതിയുടെ 15ാം വാർഷികാഘോഷവും സംസ്കൃത സപ്താഹത്തിനും ആഗസ്റ്റ് 2 ശനിയാഴ്ച തുടക്കമാകും. വളരെ സന്തോഷം തോന്നുന്ന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ RMHS വിദ്യാലയത്തിലെ സംസ്കൃത വിദ്യാർത്ഥികൾ അവർ നിലവിലെ സംഗമ ഗ്രാമാചാര്യ ക്ഷേത്ര സമിതിയുടെ പ്രവർത്തകൻ കൂടിയാണ്. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചു മിടുക്കന്മാരുടെ നേതൃത്വത്തിൽ RMHS ചെയ്തു വരുന്നത്. ഈ കുട്ടികൾ ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിക്കാൻ വന്നവരാണ് ഇവർ. അപ്പോൾ ഇവരെ ഞങ്ങളെല്ലാവരും പഞ്ചായത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കൂടുതൽ കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി.
ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് ഐക്കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ജോബി മാനുവൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ്, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ പണിക്കവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ്, മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ജോർജ് ഡി മാളിയേക്കൽ, സോജൻ മേനാച്ചേരി, ഗ്രാമപഞ്ചായത്ത് അംഗം ഡെയ്സി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് CI വർഗീസ്, TP പോൾ, ഷെജിൻ മേത്തർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് KC മനോജ്, ബിനോജ് K ജോസ്, MR ഡേവിസ്, ജീജ സെബാസ്റ്റ്യൻ, ലിജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 4 വർഷക്കാലവും സനീഷ് കുമാർ ജോസഫ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇന്ന് ഞാൻ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ പണമാണ്. ആ പാവപ്പെട്ട നികുതി പണം അർഹതയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയമില്ല, അതിൽ കോൺഗ്രസ്സുകാരനില്ല, BJP-കാരനില്ല, CPM-കാരനില്ല. അത് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസികളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി തുറുങ്കിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ റാലിയും ധർണയും ഇരിഞ്ഞാലക്കുട വികാരി ജനറൽ മോൺ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപത മുഖ്യ വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ പ്രതിഷേധ റാലി പതാക കൈമാറി. ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ലിജോ മഞ്ഞപ്രക്കാരൻ, പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ, സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി തൊമ്മാന, പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് PRO ഷോജൻ ഡി വിധേയത്തിൽ, ടെൽസൺ കോട്ടോളി, റീന ഫ്രാൻസിസ്, CI പോൾ, ഡേവിസ് തെക്കിനിയത്ത്, ജോസഫ് തൈക്കൂടൻ, ഫാദർ വട്ടോലി CMI, സിസ്റ്റർ ധന്യ CMC എന്നിവർ സംസാരിച്ചു. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിൽ വസിക്കുന്ന ഭാരതീയരായ ഓരോരുത്തരും കണ്ണിലെ കൃഷ്ണമണി പോൽ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അതിന്റെ 25ാം പരിച്ഛേദത്തിൽ ഖണ്ഡികയിൽ പ്രകാരം ഈ ഭാരതത്തിൽ വസിക്കുന്ന ഏതൊരു പൗരനും നൽകുന്ന മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഏത് മതവിശ്വാസങ്ങളും സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,150 രൂപ, പവന് 73,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിൽ മണ്ണിടിഞ്ഞത് അപകട ഭീഷണിയായി. അണ്ണല്ലൂരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന 45-ാം നമ്പർ അങ്കണവാടി പുനർനിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് പൊളിച്ചു മാറ്റിയിട്ട് 3 വർഷം പിന്നിട്ടിട്ടും
പുനർനിർമ്മിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കുടുംബശ്രീയുടെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സംയോജിത കൃഷി ക്ലസ്റ്റർ ലൈവ്ലിഹുഡ് സെന്ററും മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമം ഗ്രാമ മാധവാചാര്യ ഛാത്ര സമിതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോയെ ക്ലബ് അംഗങ്ങൾ അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.